ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ആൽഫ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് സൺറൂഫ് ഇല്ലാത്ത വേരിയന്റ് ആണ്. സൺറൂഫ് ഉള്ള വാഹനത്തിന് ഇതിനേക്കാൾ ഏകദേശം 70,000 രൂപ കൂടുതലാണ്. ഈ വാഹനം എൻ്റെ ഫ്രണ്ടാണ് വാങ്ങിയിരിക്കുന്നത്. 19.5 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ വാഹനം ഓൺ റോഡ് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ആൽഫ വേരിയന്റ്. എൻ്റെ ഫ്രണ്ട് ഈ വാഹനം നോക്കിയ സമയത്ത് ഞങ്ങൾ കുറച്ചധികം വാഹനങ്ങൾ നോക്കിയിരുന്നു. ഈ സെഗ്മെന്റിലുള്ള സെൽറ്റോസ് നോക്കി, ക്രെറ്റ നോക്കി, പിന്നെ ഹൈറൈഡർ നോക്കി, പിന്നെ നമ്മളുടെ വിക്ടോറിയസ് നോക്കി. അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളെല്ലാം നോക്കിയിരുന്നു. ഈവൻ പുതിയ ഡസ്റ്റർ വരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ്, കാരണം നമ്മളുടെ കുറച്ച് റിക്വയർമെന്റ്സ് ഫ്രണ്ട് പറഞ്ഞത്, ഒന്നാൾക്ക് സൺറൂഫ് വേണ്ട, പിന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കണം, അത്യാവശ്യം മൈലേജ് വേണം, 360 ക്യാമറ വേണം, ആളുടെ ഉമ്മയ്ക്കും വൈഫിനും ഫാദറിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം വേണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു വാഹനത്തിലേക്ക് എത്തിപ്പെട്ടത്. കാര്യം നമ്മൾ ക്രെറ്റ നോക്കിയിരുന്നു. ക്രെറ്റയിൽ നമുക്ക് എസ് ഓപ്ഷൻ വേരിയന്റ് ആണ് കിടക്കുന്നത്. പക്ഷെ അതിനകത്ത് ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ അല്ല. സെൽറ്റോസ് നോക്കിയപ്പോഴും നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ക്രെറ്റയിലും സൺറൂഫ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തരം ഫീച്ചേഴ്സ് അതിനകത്ത് ലഭിക്കുന്നില്ല. പിന്നെ ഹൈറൈഡർ നോക്കിയ സമയത്ത് ഇതിനേക്കാൾ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതലായിരുന്നു ഈ സെയിം വേരിയന്റിന്. വിക്ടോറിയസ് നോക്കിയപ്പോൾ 1,80,000 രൂപ കൂടുതലായിരുന്നു ഈ സെയിം ഫീച്ചേഴ്സ് വരുന്ന വേരിയന്റിന്. പക്ഷേ വിക്ടോറിയസിൽ അഡീഷണലി നമുക്ക് നമ്മളുടെ അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സും വേറൊരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫൈനലിയാണ് നമ്മൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഉൾപ്പെടെ ഈ വാഹനത്തിലേക്ക് എത്തിപ്പെട്ടത്. ഈ മാസം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 2 ലക്ഷം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഈ ആൽഫ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്നുണ്ട്, എന്തുകൊണ്ട് 20 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇത് ബെസ്റ്റ് എന്ന് പറയുന്നു, ഓഫറിന് ശേഷം ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാൻഡ് വിറ്റാര ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പ് എൻഡ് ആൽഫ വേരിയന്റ് സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സൺറൂഫിന് പണ്ടത്തെ അത്ര ഒരു പ്രിയം മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ടാണെങ്കിലും ചൂസ് ചെയ്ത് സൺറൂഫ് ഇല്ലാത്ത ഈ ഒരു വാഹനമാണ്. ഓഫറുകൾക്ക് ശേഷം നിങ്ങൾക്ക് 19.5 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റി. ആ ബഡ്ജറ്റിന് കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് കാറാണ്. ഈ ബ്ലാക്ക് കളർ എടുക്കാനുള്ള ഒരു കാരണം തന്നെ ഈ വാഹനത്തിന്റെ റോഡ് പ്രസൻസ് ആണ്. ഈ ബ്ലാക്ക് കളറിൽ ഗ്രാൻഡ് വിറ്റാര കാണാൻ ഒരു രക്ഷയില്ല, അബ്ബാറ റോഡ് പ്രസൻസ് ആണ്. ഈ ഫ്രണ്ടിലെ ക്രോം കാര്യങ്ങളും കൂടി ഫുള്ളി ഡീക്രോം ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം മാറും. ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഗ്രാൻഡ് വിറ്റാരിലും ഉള്ള പോലെ തന്നെ നമുക്ക് ടോപ്പിൽ DRL കാണാം. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ചിലപ്പോൾ ഒരു ഫോഗ് ലൈറ്റ് നമ്മൾ ആക്സസറൈഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഫ്രണ്ടിൽ ആ സിൽവർ ഫിനിഷിൽ നമ്മുടെ സ്കിഡ് പ്ലേറ്റ് കാണാം. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. 360 ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ക്യാമറ കാണാം. ഈ വാഹനത്തിൽ അഡാസ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡാഷ് ക്യാമും വരുന്നില്ല. ഡാഷ് ക്യാമിലേക്ക് വന്നപ്പോഴാണ് 15,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡാഷ് ക്യാം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഡാഷ് ക്യാം ആണ് റെഡ് ടൈഗറിന്റെ F7 ലൈറ്റ്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 4K റെസൊല്യൂഷനും ബാക്കിൽ ഫുൾ HD റെസൊല്യൂഷനാണ് ലഭിക്കുന്നത്. നമുക്ക് ഡെയിലി നൈറ്റിൽ നല്ല ക്ലിയർ വീഡിയോസ് ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 മീറ്റർ അപ്പുറം പോകുന്ന വാഹനത്തിന്റെ വരെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഡെയിലി നൈറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് G സെൻസേഴ്സ് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ 24/7 പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ നൈറ്റിലൊക്കെ പാർക്ക് ചെയ്യുന്ന വാഹനത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ട് റെക്കോർഡാകുന്ന രീതിയിലാണ് G സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഫ്രണ്ട് ഡിവൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടച്ച് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോ, അതിന്റെ പ്ലേ ബാക്ക്, സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ്, ലൂപ്പ് റെക്കോർഡിംഗ്, G സെൻസേഴ്സ്, വൈഫൈ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നമ്മൾ വൈഫൈയിലൂടെ ഡയറക്റ്റ്ലി നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ 5.8 GHz വൈഫൈ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫോണിലേക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. നേരെ ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. നമുക്ക് എല്ലാ ഇൻഫർമേഷനിൽ തന്നെ കിട്ടും. പ്രിവ്യൂ, ഇപ്പോൾ എവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ, അതിന്റെ പ്ലേ ബാക്ക് ഓപ്ഷനും വരുന്നുണ്ട്. അത് ഡയറക്റ്റ്ലി നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാ വീഡിയോസും ആ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ 15,000 രൂപ ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഡാഷ് ക്യാം ഇൻ ദ മാർക്കറ്റ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം
വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 128 GB മെമ്മറി കാർഡ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 215/60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, അത് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. വശങ്ങളിൽ ഈ ബ്ലാക്ക് ക്ലാഡിങ്ങും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 360 ക്യാമറകളുടെ കൂടെ ക്യാമറ ലെൻസ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ബേസ് വേരിയന്റ് തൊട്ടേ കാണാം. ഈ ഒരു ക്രോം ലൈൻ നമുക്ക് സീറ്റാൻ ആൽഫ 2 വേരിയന്റിൽ വരുന്നുള്ളൂ. 30% UV കട്ട് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്രീനിഷ് കളറിലാണ് ടിൻറ്റ് വരുന്നത്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് സിൽവർ ഫിനിഷിൽ കാണാം. സൺ റൂഫ് വരുന്നില്ല, ബാക്കിൽ ഷാർപ്പിൻ ആന്റിനയാണ്. ആ റൂഫ് റെയിൽസും കൂടിയും ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ, ആ ക്രോമും കൂടിയും ബ്ലാക്ക് ആക്കി ഡീക്രോം ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം മാറും. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഗ്രാൻഡ് വിറ്റാരയുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് സിമിലർ ആണ്. ആകെ വരുന്നൊരു ഡിഫറൻസ് വേരിയൻസ് അനുസരിച്ച് വൈപ്പർ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയന്റോട്ടാണ് വൈപ്പർ വരുന്നത്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡിഫോഗർ, വാഷർ ആൻഡ് വൈപ്പറോട് കൂടിയ ഗ്ലാസുകളാണ്. നമ്മുടെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാം. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഗ്രാൻഡ് വിറ്റാര എല്ലാം. നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് എല്ലാം ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറയും കാണാം. ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നത്. പാഴ്സൽ ട്രേ കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം ബേസ് വേരിയന്റ് വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ഒരു ബൂട്ട് ലൈറ്റും 12 വോൾട്ടിന്റെ ചാർജിംഗ് ബോർഡും കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു വേരിയന്റിലും വരുന്നില്ല. പഞ്ചർ കിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് നമ്മൾക്ക് പറയാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കാം. റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഫുൾ ഇന്റീരിയർ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു കളർ ടോൺ കാണാനായിട്ട് പറ്റും. ലെതർ ഇന്റീരിയർ ആണ് ടോപ്പ് എൻഡിൽ. ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു കളറിന് മാച്ച് ആവുന്ന സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമുക്ക് ഇവിടെയെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സീറ്റ് ലെതറിറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ലെതറിറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആൻഡ് ഡെഡിക്കേറ്റഡ് പെഡൽ കാണാം. ഇവിടെ നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടണുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഗ്രാൻഡ് വിറ്റാര ടോപ്പ് എൻഡിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റിലെ മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. അല്ലെങ്കിൽ 20 ലക്ഷം രൂപ താഴെ ലഭിക്കുന്ന ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ടോപ്പ് എൻഡ് വേരിയന്റിലാണ്. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടുള്ള റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. അത് ഫുൾ കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ വരുന്നുണ്ട്. അത് ബേസ് വേരിയന്റ് കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും വലതുവശത്ത് ക്രൂസ് കൺട്രോളും താഴെ മ്യൂസിക്കിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഫോൺ കൺട്രോൾസ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ്, ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് നമ്മളുടെ വാഹനത്തിൽ കാണുന്ന പോലെ സെയിം ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളുടെ മീഡിയ സ്ക്രീനിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. പിന്നെ മറ്റേ കൺട്രോളുകൾ, പിന്നെ കിലോമീറ്റർ, പിന്നെ നമ്മളുടെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും TPMS പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്തുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഈ വശത്ത് ഈ ബട്ടണുകൾ ഉപയോഗിച്ചിട്ടാണ് ടോഗിൾ ചെയ്യുന്നത്. കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വേണമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്തൊരു ഫീച്ചറാണെന്ന് പറയാം. ഇത് ഒത്തിരി ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് വരുന്നത് ലിമിറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻസ് ആണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എത്ര ഒരു പ്രീമിയം വാഹനം മേടിക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 9 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കമിസ് ട്യൂൺ ചെയ്തൊരു മ്യൂസിക് സിസ്റ്റമാണ്. നല്ല രസമാണ് പാട്ട് കേൾക്കാൻ. 4 സ്പീക്കറും 2 ട്യൂട്ടറും വരുന്നുണ്ട്. സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞാണ് മ്യൂസിക് സിസ്റ്റത്തിന് പറയുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പ്യൂരിഫയർ ആണ്, എയർ പ്യൂരിഫയറിൻ്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ TPMS, വയർലെസ് ചാർജർ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. ആൻഡ്രോയിഡോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ് ഈ വാഹനത്തിൽ. കണക്ടിവിറ്റി എല്ലാം നമ്മുടെ ഡെൽറ്റ വേരിയന്റിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അതൊരു 360 ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു 360 ക്യാമറ ആണ്. റിവേഴ്സ് വരുമ്പോൾ പാർക്കിംഗ് സെൻസേഴ്സും അതിൽ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണുന്നത്. അതിനകത്ത് കുറച്ചധികം അഡീഷണൽ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബെറ്റർ ആയിട്ടുള്ള 360 ക്യാമറ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ
സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് 360 ക്യാമറ എന്ന് തന്നെ പറയേണ്ടി വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും ഐഡിൽ സോഫ്റ്റ് സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോയിട്ട് വയർലെസ് ചാർജിംഗ് പാഡ് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റെല്ലാം ഒരു ലെതറിഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഓട്ടോ ഹാൻഡ് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ആ ഒരു ബട്ടണും കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. നോർമൽ കീ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻ എടുക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ആ ലെതർ സീറ്റിൻ്റെ ഫാബ്രിക്സ് കാര്യങ്ങളെല്ലാം ഡോർ പാഡിനോട് മാച്ചിങ് ആവുന്ന രീതിയിലാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോൺട്രാവേഴ്സിലുള്ള സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് ആണ് വരുന്നത്. സെൻറ്ററിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആൻഡ് മിററാണ് വരുന്നത്. ഇതിനകത്ത് മിസ്സിംഗ് ഉള്ള സാധനം സൺറൂഫാണ്. സൺറൂഫ് ആവശ്യമുള്ളവർക്ക് 70,000 രൂപയുടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ സെയിം ഫീച്ചേഴ്സുള്ള വാഹനം വിത്ത് സൺറൂഫ് ലഭിക്കും. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് വിത്ത് കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ദ ബെസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം എന്നും നമുക്ക് പറയാം. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ലെതറിഡ് ഫിനിഷ് കൊടുത്തിരിക്കും. പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കാണാം. സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻറ്റർ ആംറെസ്റ്റ് നമുക്കിപ്പോൾ ഡെൽറ്റ വേരിയൻറ്റ് വരുന്നുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്കും ലെതറിഡ് സീറ്റുകളാണ്. വെന്റിലേറ്ററിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ബാക്ക് റീഡിംഗ് ലൈറ്റിൽ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. നമുക്ക് 2 വശത്തും ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. നല്ല കംഫർട്ടായിട്ട് സീറ്റിലിരിക്കാനായിട്ട് പറ്റും. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ബാക്കിൽ ലഭിക്കുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഭാരത് എൻക്യാപ്പും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള വാഹനമായിട്ട് ഫീൽ ചെയ്യും. ഈ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് വിക്ടോറിയസിന് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനും കിട്ടുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, പിന്നെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. അഡാസ് ഇല്ലാത്തത് കൊണ്ട് അഡാസിന്റെ ഫീച്ചേഴ്സ് വരുന്നില്ല. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ വാഹനം നമ്മുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനായിട്ടാണ് വരുന്നത്. 103 HP അടുത്ത് പവറും 134 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ഗ്രാൻഡ് വിറ്റാരയുടെ ടോപ്പ് എൻഡ് ഒക്കെ എടുക്കുന്നവർ ഓട്ടോമാറ്റിക് എടുക്കാമോളൂ എന്നാണ് ഞാൻ പറയുന്നത്. നല്ല രസമാണ് ഓടിക്കാനായിട്ട്. ഓവർ പവർഫുൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് മടുപ്പ് തരാത്ത ഒരു പവർ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഓടിക്കാനൊക്കെ രസമാണ്. ഇപ്പോൾ ബ്രസയുടെ ഓട്ടോമാറ്റിക് ഗ്രാൻഡ് വിറ്റാരയൊക്കെ ഓടിക്കുകയാണെങ്കിൽ ബ്രസേനേക്കാളും കുറച്ചും കൂടി ഒരു പ്രീമിയം വാഹനമായിട്ട് ശരിക്കും നമുക്ക് ഗ്രാൻഡ് വിറ്റാര ഫീൽ ചെയ്യും. അതാണ് ഒരു ഡിഫറൻസ്. ഇനി ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് പ്രൈസിലേക്ക് വന്നാൽ ഈ മാസത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മൊത്തം 2 ലക്ഷം രൂപ വരെയൊക്കെ ഓഫറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓഫറിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളാണ് 2 ലക്ഷം രൂപ വരെ ഓഫർ. സ്ട്രൈറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് 1 ലക്ഷം രൂപ, എക്സ്ചേഞ്ച് ബോണസ് 80,000 രൂപ, കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപ. അപ്പോൾ തന്നെ ഈ 1,95,000 രൂപ. പിന്നെ അഡീഷണൽ ഓഫർ എല്ലാം കൂടുമ്പോൾ 2 ലക്ഷം രൂപ വരെ ഓഫറാണ്. ഇനി ഈ വാഹനത്തിലേക്ക് വന്നാൽ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സിഗ്മ വേരിയന്റിന് 60,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ഡെൽറ്റയ്ക്ക് 50,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും സീറ്റ് ആൻഡ് ആൽഫയ്ക്ക് 25,000 രൂപ വരെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. എക്സ്ചേഞ്ച് ബോണസ് 50,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ വരെ ഓഫർ ഈ വാഹനത്തിനും അവൈലബിൾ ആണ്. ഇനി ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മ വേരിയൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ കൂടുതലുള്ളതുകൊണ്ട് 12,25,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ പ്രൈസിന് അത് പക്ക വർത്തായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്, ഒരു മാറ്റമില്ല. അതായത് ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ വേരിയൻറ്റ് ഈ പറഞ്ഞ ഓഫറുകൾ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ കുറച്ചിട്ടുള്ളൂ, വേറെ യാതൊരു ഓഫറും മൈനസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രൈസിന് അത് വെർത്ത് തന്നെയാണ്. പിന്നെ അഡീഷണൽ ഓഫറൊക്കെ നിങ്ങൾക്ക് എലിജിബിൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ 11,95,000 ചിലപ്പോൾ ബേസ് വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റിയേക്കും. ഡെൽറ്റ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 13,90,000 രൂപയാണ് ഡെൽറ്റ മാനുവൽ വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15,50,000 രൂപ. ഈ ഡെൽറ്റയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെൽറ്റ പ്ലസ് വരുന്നത്. 19 ലക്ഷം രൂപയാണ് ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്ന വാഹനം സീറ്റാണ്. സീറ്റാണ് അതിനകത്ത് ഒരു വാല്യൂ ഫോർ മണി വാഹനം എന്ന് പറയാൻ പറ്റുക. 16,05,000 രൂപ സീറ്റ മാനുവലിനും സീറ്റ ഓട്ടോമാറ്റിക് 17,95,000 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സീറ്റ ഹൈബ്രിഡ് ആണെങ്കിൽ 20,65,000 രൂപ.
പിന്നെ നിങ്ങൾ ഈ കാണുന്ന ആൽഫ വേരിയൻ്റ് ആണ്. ആൽഫ മാനുവൽ ഈ വാഹനത്തിന് 18,15,000 രൂപയും ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19,75 പ്രൈസ് വരുന്നത്. അഡീഷണൽ ഡിസ്കൗണ്ട് എല്ലാം എലിജിബിൾ ആവുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ 19,40 ആ റേഞ്ച് പ്രൈസിന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ 19,75 ഇപ്പോൾ നിലവിൽ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ആൽഫ പ്ലസ് ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 22,50,000 രൂപയാണ് ഹൈബ്രിഡ് ടോപ്പ് എൻഡിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സെഗ്മെൻറ്റിലെ മറ്റെല്ലാ വാഹനങ്ങളും നോക്കിയിരുന്നു. ക്രെറ്റ നോക്കിയപ്പോൾ ക്രെറ്റയുടെ എസ് ഓപ്ഷണൽ വേരിയൻ്റാണ് ലഭിക്കുക. ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ ലഭിക്കുന്നുണ്ട്. സെൽറ്റോസ് ആണെങ്കിൽ സെൽറ്റോസിൻ്റെ HTK പ്ലസ് വേരിയൻ്റ് ആയിരുന്നു നമുക്ക് ലഭിക്കുക, അതിൻ്റെ ഓട്ടോമാറ്റിക്. അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കിയത് നമ്മൾ പറഞ്ഞോണം തന്നെ ഹൈ റൈഡറാണ്. ഹൈ റൈഡറിന് നോക്കുമ്പോൾ പ്രൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. വിക്ടോറിയസിന് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണ്. ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ലഭിക്കുന്നത്. വിക്ടോറിയസിൽ പിന്നെ അഡീഷണൽ ലഭിക്കുന്നത് ആ വലിപ്പമുള്ള വലിയ സ്ക്രീനാണ്, കുറച്ചും കൂടി ടച്ച് റെസ്പോൺസ് ഒക്കെ ഉള്ള ഒരു സ്ക്രീൻ എന്ന് പറയാതെ. പിന്നെ നമുക്ക് അഡാസ് ലെവൽ 2 ലഭിക്കുന്നുണ്ടെന്നാണ് ഒരു ഡിഫറൻസ്. പക്ഷേ അത്രയും പ്രൈസ് ഏകദേശം 1,80,000 രൂപ കൂടുതൽ കൊടുത്ത് അത് പോകണ്ട എന്നായിരുന്നു എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ഒരു ഡിസിഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഫൈനലി ഈ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നത്. ഇതെടുക്കാനുള്ള മറ്റ് റീസൺ നോക്കുകയാണെങ്കിൽ ഒന്ന് ലോ മെയിൻ്റനൻസ് കോസ്റ്റ്, പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ സർവീസ് സെൻ്ററുകളുണ്ട്. പിന്നെ അവൻ പുറത്താണ്, ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആളുടെ ഫാമിലിക്കൊക്കെ ഈസിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈസി ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അങ്ങനെ പല പല റീസണുകൾ നോക്കിയതിന് ശേഷമാണ് ഫൈനലി നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര എന്നുള്ള ഏത് വാഹനം ബുക്ക് ചെയ്യാനാണ് എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.